മോർണിംഗ് മാഡം. ഇതൊന്ന് റെക്കോർഡ് ചെയ്യാനായിട്ട് വന്നിട്ട് ക്ലിനിക്കും SP മെഡിക്കോട് ചേർന്ന് നമുക്ക് സപ്പോർട്ട് തന്നുകൊണ്ട്. ഓക്കെ. അപ്പോൾ അത് ഗവൺമെൻറ് ആണോ? പ്രൈവറ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എല്ലാം ഇന്നത്തെ ഇത് കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് റോട്ടറി ക്ലിനിക്കിന് ഒരു റോട്ടറിയുടെ ഒരു ക്ലിനിക്കുണ്ട് ജിയിലാണ്. ഓക്കെ. അപ്പോൾ അവിടെ ഒരുവിധം ട്രിവാൻഡ്രം സിറ്റിയിലുള്ള പ്രധാനപ്പെട്ട പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എല്ലാം SP മെഡിഫോർട്ട്, പട്ടം SUT, പിന്നെ കിംസ് എല്ലാം കൂടെ ചേർന്നിട്ട് ആ ക്ലിനിക്കിലെ ഡോക്ടേഴ്സിനെ നിയോഗിച്ചുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് അങ്ങനെ നടത്തി പോകുന്നൊരു ക്ലിനിക്ക്. അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു സഹായമാവുന്ന രീതിയിൽ 0 നിരക്കിലാണ് അവർ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നും അവർ ചാർജ് ഈടാക്കുന്നില്ല. അപ്പോൾ അവരുടെ ഹെൽപ്പോട് കൂടിയാണ് നമ്മളിന്നിവിടെ. അത് ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഫ്രീ ഉള്ളൂ, അത് മെഡിസിനും ഫ്രീ ആണ്? ട്രീറ്റ്മെൻറ്റും BPL കാർഡുകാർക്കും മെഡിസിനും ഫ്രീ ആണ്. ഓക്കെ. കൂടുതൽ ഡീറ്റെയിൽസ് റോട്ടറി ക്ലിനിക്കിൻ്റെ പ്രസിഡന്റ് ജയപ്രകാശ് ഉണ്ട്, അദ്ദേഹത്തോട്. ഗുഡ് മോർണിംഗ്. ഗോപകുമാർ. ഞാനിവിടെ കൈരളി നഗരത്തിൽ താമസിക്കുന്നു. എന്താ സാറിൻ്റെ പേര്? എൻ്റെ പേര് ജയപ്രകാശ് എന്നാണ്. ഞങ്ങൾ റോട്ടറി ക്ലബ് ഓഫ് ട്രിവാൻഡ്രം സൗത്ത് എന്നാണ്. ഓക്കെ. അപ്പോൾ ട്രിവാൻഡ്രം സൗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഫ്രീ റോട്ടറി ക്ലിനിക്കാണ്. ഓക്കെ. അത് വന്നിട്ട് PMG പ്ലാമൂർ റോഡ്, അതെ, ആ പള്ളിക്ക് തൊട്ട് മുമ്പുള്ള സമറിയാസ് ബിൽഡിങ്ങിലാണ് നമ്മുടെ ഫ്രീ റോട്ടറി ക്ലിനിക്. ഓക്കെ. അപ്പം അങ്ങനെ നമ്മൾ എല്ലാവർക്കും തുടങ്ങിയ ഒരു സാധനമാണ്. എന്ന് വെച്ചാൽ പലർക്കും അഫോർഡബിൾ അല്ല ഹോസ്പിറ്റൽ കൺസൾട്ടേഷൻ, കാരണം മടിച്ചിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ തീർത്തും സൗജന്യമാണ്. രജിസ്ട്രേഷൻ ഫീസ് വേണ്ട. മറ്റേതിപ്പോൾ ഏത് ഹോസ്പിറ്റലിൽ പോയിരുന്നാലും 500 രൂപ താഴെ രജിസ്ട്രേഷൻ ഇല്ല. അത് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ട് വരും. പിന്നെ മെഡിക്കൽ കോളേജിൽ പോകാനായിട്ട് അവർക്ക് ചിലവില്ല, പക്ഷേ അവർക്ക് സാഹചര്യ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ആവശ്യം വരികയാണെങ്കിൽ അവർക്ക് അങ്ങോട്ട് പോകാം. പക്ഷേ ഏത് സമയത്തും നമ്മുടെ അവിടെ കയറി വന്നു കൺസൾട്ടേഷൻ നടത്താം. അത് കൺസൾട്ടേഷൻ ക്ലിനിക്കാണ്. പിന്നെ അവിടുന്ന് നമ്മൾ സബ്സിഡൈസ്ഡ് ആയിട്ട് മറ്റേ HLL ആയിട്ടുള്ള ടൈപ്പ്, അവിടുന്ന് ബിലോ പോവർട്ടി ലൈൻ കേസസ് ആണെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യും. അവർ സബ്സിഡൈസ്ഡ് റേറ്റിൽ കൊടുക്കും. അതായത് ഓൾമോസ്റ്റ് 50% ഡിസ്കൗണ്ട് അവർ ബ്ലഡ് ടെസ്റ്റ് മറ്റല്ല അതുമൊക്കെ ഒരുപാട് പേർക്ക് താങ്ങാൻ പറ്റാതെ. അപ്പോൾ എന്ത് ചെയ്യും, ഈ കൺസൾട്ടേഷൻ എഫക്റ്റീവ് ആവാതെ. കാരണം ആവശ്യമുള്ള ടെസ്റ്റ് ചെയ്യില്ല, ആവശ്യം എഴുതുന്നൂറുണ്ട്. അപ്പോൾ നമ്മളവിടെ വന്നു കഴിഞ്ഞാൽ ആവശ്യമുള്ളത് മാത്രമേ നോക്കൂ. അപ്പോൾ അതിന് കൂടുതൽ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള സാധനം ഫാർമസിക്കും ഈ ലാബ് ടെസ്റ്റ്, ഇത് രണ്ടുമാണുള്ള മെയിൻ സാധനം. പിന്നെ ഈ പറഞ്ഞ അങ്ങനത്തെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വരുമ്പോൾ സർജറിയോ ഹോസ്പിറ്റലൈസേഷനോ ഒക്കെ വരുമ്പോൾ നമുക്ക് പല ഹോസ്പിറ്റൽസായിട്ടുള്ള ടൈപ്പുണ്ട്. അങ്ങനെ സഹകരിക്കുന്ന ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്. SP മെഡിക്കോട്ട്, കിംസ് ഉണ്ട്, SK ഹോസ്പിറ്റൽ. അപ്പോൾ അങ്ങനെ ഒരു പ്രിസൈസായി ഹോസ്പിറ്റൽ. അപ്പോൾ അതിനൊക്കെ വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ബിൽഡപ്പ് ചെയ്തു. പിന്നെ ഇപ്പോൾ ക്യാമ്പ്, ഇപ്പോൾ ഇന്നത്തെ ക്യാമ്പ് കഴിഞ്ഞ ഇവിടുന്ന് ഫർദർ കൺസൾട്ടേഷൻ ആവശ്യമുള്ളത് അവിടെ അങ്ങനത്തെ ഒരു ഫെസിലിറ്റേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ ഈ ഡോക്ടേഴ്സ് എല്ലാം നമ്മുടെ ഹോസ്പിറ്റൽസിൽ നിന്ന് വരുന്ന ഫ്രീ കൺസൾട്ടേഷൻ ചാർജസ്. അത് എല്ലാ സെക്ഷനിലും ഉണ്ടാവുമോ? അപ്പോൾ ജനറൽ മെഡിസിനാണ് ബേസിക്കലി. പിന്നെ സ്പെസിഫിക് ആയിട്ട് ഈ ഗൈനക്കോളജി അതൊക്കെ സ്പെഷ്യൽ ക്ലിനിക്സ് ആയിട്ട് നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ഒരു എന്താ പറയുക, ബെനിഫിഷ്യറി ബേസ് വന്നു കഴിയുമ്പോഴത്തേക്കും അവർക്കുള്ള സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കും. ഓക്കെ. ഇപ്പോൾ ഈ ഇടയ്ക്ക് നമ്മളൊരു പ്രിസൈസിൻ്റെ ഒരു ഐ ക്യാമ്പ് നടത്തി. അവിടെ തന്നെ റോട്ടറി ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനം 2-ാം തീയതി ആയിരുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ക്യാമ്പ് നടത്തി. സോ ദാറ്റ് അവിടുന്ന് ഫർദർ ചികിത്സ ആവശ്യമുള്ളവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരും. പിന്നെ നമ്മൾ തന്നെ നമ്മുടെ റോട്ടറി ക്ലബ് ഓഫ് ട്രിവാൻഡ്രം സൗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ഫ്രീ കാറ്ററാക്ട് സർജറീസ് ചെയ്തു കൊടുക്കും. അതും ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 90ഓളം ഫ്രീ കാറ്ററാക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫണ്ടിങ് എങ്ങനെയാണ്? ഫണ്ട് വരുന്നത് ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് സപ്പോർട്ടുള്ള ഫണ്ട്സ് ഉണ്ട്. പ്ലസ് അത് കൂടാതെ നമ്മുടെ ഹോസ്പിറ്റലുകാർ വളരെ ചുളിവിൽ ചെയ്തു തരുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഇത്. പ്ലസ് ബാക്കിയുള്ളതിന് അതിൻ്റെ ചെറിയ റെഡ്യൂസ്ഡ് കോസ്റ്റ് വരുന്നത് നമ്മൾ ഫണ്ട്സ്. അപ്പോൾ സാധാരണ ഒരു കാറ്ററാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ 10-25,000 രൂപ കുറഞ്ഞ് എവിടെയും ചെയ്യൂല.
അതല്ല, അതിൽ കൂടുതൽ നല്ല ഹോസ്പിറ്റലിലാണ് അതിൽ കൂടുതൽ വരും. പക്ഷെ ഞാൻ പറഞ്ഞത് ബേസ് മിനിമം. അപ്പോൾ ആ 25,000 നമ്മൾ സബ്സിഡൈസ് ചെയ്യിപ്പിച്ച് ആ ബാലൻസ് കുറച്ച് റോട്ടറി ക്ലബ് ഓഫ് ട്രിവാൻഡ്രം സൗത്ത് വഴിക്ക്. അങ്ങനെ ഇതിപ്പോൾ ഇതുപോലത്തെ മെഡിക്കൽ ക്യാമ്പ്സ് എല്ലായിടത്തും എല്ലായിടത്തും നമ്മൾ നടത്താനാണ് പ്ലാൻ ഈ വർഷത്തെ. കഴിഞ്ഞ വർഷം കുറേ നടത്തിയത്. ഇതിപ്പോൾ ആദ്യത്തെ ക്യാമ്പാണോ? ഇത് ആദ്യത്തെ ക്യാമ്പാണ്. ആദ്യത്തെ റോട്ടറി നമ്മളിപ്പോൾ റോട്ടറി ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ജൂലൈ. ഓക്കെ. അതിൽ നമ്മൾ ഈ പ്രിസൈസ് ഐ ക്യാമ്പിൻ്റെ ഒരു ബേസിക്സാണ് ക്ലിനിക്കിൽ ചെയ്തത്. പക്ഷേ സൗത്തിൻ്റെ ഫസ്റ്റ് ക്യാമ്പായിട്ട് നമ്മൾ ഇവിടെ. അപ്പം അങ്ങനെ കൗൺസിലർ വൈഷ്ണവ് സുരേഷും ഇവിടുത്തെ മണ്ഡലം വാർഡുമൊക്കെ കൈ എടുത്ത് വന്നപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇത് പറ്റിയ സാധനമാണ് എന്ന് പറഞ്ഞിട്ടാണ്. സാരെപ്പോഴും ആൾക്കാരുടെ സേവനത്തിൽ ആൾക്കാരുടെ ബുദ്ധിമുട്ട് അപ്പോൾ ആ ഒരു ക്യാമ്പ് നിൽക്കുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ട് കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അതൊരു നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. അതെ. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അപ്പം അത് വിജയിക്കും. ആരംഭം തന്നെ വിജയിച്ചിട്ടുണ്ട്. 21 വർഷമായിട്ടുള്ള മെമ്പറാണ്. കുറേ മറ്റേ സർവീസ് ഇതിലേക്കൊക്കെ ഇടപെട്ടു. പ്രസിഡൻ്റായിട്ട് ഈ വർഷമാണ്. ഇതിനു മുമ്പ് എന്തായിട്ട് വർക്ക് ചെയ്തത്? ഒരു മെമ്പറായിട്ട് സജീവ മെമ്പറായിട്ട് അല്ല, പ്രൊഫഷണലി ഞാൻ അഡ്വക്കേറ്റാണ്. ഓക്കെ. ഞാൻ LIC വർക്ക് ചെയ്തത്. LIC ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. 25 ജാനുവരി റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഞാൻ അഡ്വക്കേറ്റ് പ്രൊഫഷനിൽ പ്രാക്ടീസാണ്. ഇതൊരു ഫ്രീ സർവീസ് ആണോ? ഫ്രീ സർവീസാണ്. റോട്ടറി ക്ലബിൻ്റെ മൊത്തത്തിൽ ഫ്രീ സർവീസാണ്. ഓക്കെ. ഓക്കെ. പിന്നെ LIC ഇരിക്കുമ്പോൾ അസോസിയേഷൻ പരമായിട്ട് ആക്റ്റീവായിരുന്നു. ഓക്കെ. ഓൾ ഇന്ത്യ സെക്രട്ടറി പ്രസിഡൻ്റൊക്കെ ആയിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ അവിടെ നമ്മുടെ നിയമം അറിവും നിയമോപദേശങ്ങളും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ റിട്ടയറിന് ശേഷം നമ്മൾ നേരിട്ട് അതിലെന്താ നമുക്ക് വിശ്വാസം എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അവിടെ നമ്മൾ ലീഗൽ സപ്പോർട്ടും ലീഗിൻ്റെയും ടിപ്സിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ട്. അങ്ങനെ കുറേ ഇത് ആക്ച്വലി ഇതുപോലത്തെ ഫങ്ഷൻസ് ഒന്നും തന്നെ എല്ലാവരിലും എത്തുന്നില്ല. ഒന്നാമത് ഇതിപ്പം അസോസിയേഷനിൽ ഇപ്പം 300-350 വീടുണ്ടെങ്കിലും അവിടെ അതിനകത്തൊരു പകുതി പോലും ആ വാട്സപ്പ് ഗ്രൂപ്പിലില്ല. അപ്പം അതിനകത്തൊരു ഇൻഫർമേഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇതെന്താണെന്ന് പോലും ആൾക്കാർക്ക് ശരിക്കും അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു അസോസിയേഷൻ മെമ്പർ എന്നുള്ള ഇതിൽ ഞാൻ ഇതൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് എല്ലാവരിലും എത്തി. അറ്റ്ലീസ്റ്റ് ഇപ്രാവശ്യം അല്ലെങ്കിലും അടുത്ത പ്രാവശ്യമെങ്കിലും. അല്ല, ഇപ്പം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ക്യാമ്പ് അടുത്ത തവണ വരുമ്പോൾ വരട്ടെ. പക്ഷെ അതല്ലാതെ തന്നെ അവിടെ വരാം. ഇപ്പം ഇന്ന് അറിയാതെ പോയെങ്കിലും അവിടെ ഇതെന്താണെന്ന് അറിയാതെ ഒരുപാട് വരാവുന്നുള്ളൂ. അതാണ് ഞാൻ നമ്മളൊരു ബാക്കപ്പ് സാധനം കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ റോട്ടറി ക്ലിനിക്കിൽ ഏത് സമയത്തും കൺസൾട്ടേഷൻ ടൈംസ് ഉണ്ട്. അവിടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മണിക്ക് വരണം എന്നുള്ളതൊക്കെ. അതിന് അപ്പോയിൻമെൻറ്റ് വല്ലതും എടുക്കണോ? അപ്പോയിൻമെൻറ്റ് വേണ്ട. അവിടുത്തെ ഫിക്സ് ടൈമിങ്സ് 3 to 6 ആണ് ബേസിക്കലി. ഈവനിങ് 3 to 6 ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മുടെ ഒരു പോസ്റ്റ് ഉണ്ട്, ഞാൻ അയച്ചു തരാം. അപ്പോൾ അയച്ചു തരുമ്പോൾ അതിനൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്കുള്ള ഇൻഫർമേഷൻ. അതെ, അത്രേ ഉള്ളൂ. ഞാനും അത്ര ഉദ്ദേശിക്കുന്നു. അപ്പോൾ ആൾക്കാർക്ക് എന്ന് വെച്ചാൽ DD ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. കാരണം ഈ ചിലവ് മടിച്ചിട്ട് മടിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ആ ഇൻഷുറൻസ് മെഡിക്കൽ ബിൽസും കാര്യങ്ങളെല്ലാം ഭയങ്കരമായി. പിന്നെ അത് കൂടാതെ വെച്ചാൽ ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് വളരെ ഹൈ ആയിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിൽ ചാർജ് ചെയ്യുന്നുണ്ട്. അതാണ്. അപ്പോൾ ഇത് നമുക്ക് ജെന്യുവൻ കെയർ കൊടുക്കുക, ജെന്യുവൻ കെയറിലേക്ക് എത്തിക്കുക, ജെന്യുവൻ കെയർ ആവശ്യമുള്ളവരെ കണ്ടെത്തുക എന്നുള്ള കുറേ ലക്ഷ്യങ്ങളാണ്. അതെ. അപ്പോൾ ജെന്യുവൻ കെയർ ആവശ്യമുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു. അതെ. നിങ്ങൾക്ക് പ്രശ്നമൊന്നും കാര്യം പലരും മടിക്കുന്നത് അതൊക്കെ ചിലവാണ്, പോകണ്ട. അതെ, ഇപ്പോഴത്തെ ആ ഒരു ടെൻഡൻസി വന്നിട്ടുണ്ട്. കാരണം എന്തിനാ അപ്പോൾ ആ ടെൻഡൻസി മാറ്റാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തത് പ്രശ്നം അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണം. ഓക്കെ. അപ്പോൾ അതിന് ചെയ്യാൻ സഹായിക്കാൻ പറ്റുന്നത് നമ്മൾ ചെയ്യും. അപ്പോൾ അതിൽ തീർത്തും ഈ പറഞ്ഞ പോലെ ഇവിടെ പോവർട്ടി ലൈനാണോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകണോ പ്രൈവറ്റ് ഹോസ്പിറ്റലിനാണോ ആവശ്യം, അത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നിടത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അവിടുന്ന് റെഫർ ചെയ്യുന്നുണ്ടോ? അതായത് നോർമലി ആവശ്യം വരികയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലേക്ക് ഇപ്പോൾ സപ്പോസ് എന്തെങ്കിലും ഒരു ഡയഗ്നോസിസ് ഉണ്ട്, ചെയ്തല്ലേ പറ്റും. അതെ. അപ്പോൾ അവിടെ നമുക്ക് സർജറിയോ അതൊന്നുമില്ല.
അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കോ അല്ലാതെ ഈ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസോ അവിടെ ഇപ്പോൾ എന്തൊക്കെയാണുള്ളത് ശരിക്കും എക്സ്റേയും അവിടെ ഒന്നുമില്ല ബിക്കോസ് ഈ ഗവൺമെൻറ്റിൻ്റെ ലൈസൻസിങ് വെച്ചിട്ട് ഹോസ്പിറ്റൽ ലൈസൻസ് വെച്ചാലേ ഡയഗ്നോസ്റ്റിക്കും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത് ഒരു കൺസൾട്ടേഷൻ ക്ലിനിക് ആയിട്ടുള്ള ലൈസൻസാണ്. ഇവിടെ ആക്ച്വലി ഇപ്പോൾ എന്താണ് ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ ജനറൽ മെഡിസിൻ ചെക്കപ്പാണ് ചെയ്യുന്നത്. ഓക്കെ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളവരുടെ പല വൈറ്റൽസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കുന്നത്. ഈസ് ദർ എ പ്രോബ്ലം? ആ ഐഡൻറ്റിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ അവർക്ക് ഫ്രീ ചെക്കപ്പ് ചെയ്യുന്നത്. ഹൈറ്റ് ആൻഡ് വെയിറ്റ് ചെക്ക് ചെയ്യും, പിന്നെ അത് കൂടാതെ റാൻഡം ബ്ലഡ് ഷുഗർ എടുക്കും, പിന്നെ SpO ഓക്സിജൻ സാച്ചുറേഷൻ നോക്കും, ബ്ലഡ് പ്രഷർ നോക്കും, ഹാർട്ട് പൾസ് നോക്കും, പിന്നെ ഹീമോഗ്ലോബിൻ, യൂറിക് ആസിഡ്, അതുകൂടാതെ ആവശ്യമുള്ള ECG എടുക്കും. ഇതെല്ലാം സൗജന്യമായിട്ട്. അപ്പോൾ ഒരു ബേസിക് ജനറൽ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ജനറൽ മെഡിസിൻ ടെസ്റ്റ് നടത്തുന്നുണ്ടോ? ഹീമോഗ്ലോബിൻ, യൂറിക് ആസിഡും അവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ റാൻഡം ബ്ലഡ് ഷുഗറുണ്ട്. അപ്പം 3 വൈറ്റൽസാണ്. അപ്പോൾ ഇതെല്ലാം വൈറ്റൽസിൽ വരുന്നതാണ് ജനറൽ മെഡിസിൻ. അപ്പോൾ നമുക്കൊരു ക്യാമ്പിൽ നമുക്ക് ഈ വൈറ്റൽസ് മാത്രമേ ചെയ്യാവൂ. ഇന്നത്തെ സാധാരണ ചെയ്യാത്തതാണ് ECG. അതും നമ്മളിവിടെ. അപ്പോൾ ഇതിൻ്റെ ബ്ലഡ് ടെസ്റ്റും എല്ലാം എടുത്ത് അതിൻ്റെ റിസൾട്ട് പിന്നീട് ഇവരെ ഇൻഫോം ചെയ്യണം. പിന്നീട് ഇൻഫോം ചെയ്യും. ഇപ്പോൾ തന്നെ അവർ സാമ്പിൾസ് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് അപ്പോൾ തന്നെ അറിയും. ഇവിടെ തന്നെ ഇപ്പോൾ റാൻഡം ബ്ലഡ് ഷുഗറൊക്കെ ചിലപ്പോൾ മറ്റേ മെഷീനിൽ അപ്പോൾ തന്നെ കാണിക്കും. അപ്പോൾ വൈറ്റൽസ് എഴുതി വരും. പേര് 9496 400. ഇവിടെ എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? സാച്ചുറേഷൻ ഉണ്ട്, ഹാർട്ട് റേറ്റിൻ്റെതുണ്ട്, GRBS നോക്കുന്നുണ്ട്, BP നോക്കുന്നുണ്ട്, HP നോക്കുന്നുണ്ട്, യൂറിക് ആസിഡ്. ഇതാണ് ഇവിടെ വൈറ്റൽസ് ആയിട്ട് നോക്കുന്നത്. ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഇന്ന് തന്നെ റിസൾട്ട് കൊടുക്കുമോ അതോ? ഇപ്പോൾ തന്നെ ആവുന്നത് തന്നെയാണ്. ഓക്കെ. അത് കഴിഞ്ഞ് ഡോക്ടർ, അത് കഴിഞ്ഞ് ഡോക്ടറിനെ കാണിക്കും. ഓക്കെ. പിന്നെ ബാക്കി ഡോക്ടർ. അതിലോട്ട് തട്ടിയിട്ട് ഫ്രൈ മാത്രം കിട്ടും. BP 189, 188, 99. Uric acid 8. GRBS 99. 9700 saturation pulse. Weight നോക്കാം. ഇത് എൻ്റെ പേരെന്താ? സുരഭി. സുരഭി. ഇതിന്റെ കോർഡിനേറ്റർ അപർണയാണ്. അത് അപർണ എന്താ പഠിച്ചെന്താ? ഡിഗ്രി, ഡിപ്ലോമ, ഫാർമസി. ഓക്കെ. അല്ല, ഞാൻ ANM സ്റ്റാഫാണ്. രണ്ടുപേരും 2 വർഷമായിട്ടോ തുടങ്ങിയപ്പോൾ തൊട്ട് ഉണ്ട്. അപ്പോൾ അവിടെ ഈ ശരിക്കുള്ള ഡയഗ്നോസിസ് മാത്രമേ നടക്കുന്നുള്ളൂ? ഡയഗ്നോസിസ് മാത്രം നടക്കുന്നുള്ളൂ അവിടെ? അല്ലല്ല, പിന്നെ അവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളെന്ന് വെച്ചാൽ OT സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഏത് രീതിയിലുള്ള ഡയഗ്നോസിസ് ആയിട്ട് നടക്കുന്നുണ്ട്.
നടക്കുന്നുണ്ട്. അപ്പം അതിനുള്ള മെഷീൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഓ ശരി. എക്സ്റേ മെഷീൻസും എല്ലാം ഉണ്ട്. അതെവിടെ ശരിക്കും? എസ് പി ഫോർട്ട് മെഡിഫോർട്ട് പുതിയ ഹോസ്പിറ്റലാണ്. ഇതെവിടെ? അത് ഈഞ്ചക്കൽ. ഓക്കെ ഓക്കെ. അത് ഗവൺമെൻറ്റുമായിട്ട് കണക്റ്റഡ് അല്ല അല്ലേ? ടോട്ടലി പ്രൈവറ്റാണ്. ഓക്കെ ഓക്കെ. എസ് പി ഗ്രൂപ്പിൻ്റെയാണ്. ഡെയിലി ആവറേജ് എത്ര പേഷ്യൻസ് ഉള്ളവരാണ്? ഡെയിലി ആവറേജ് ഇപ്പോൾ നമുക്ക് ഏകദേശം 1000 വരുന്നുണ്ട്. അത്രയും വരുന്നുണ്ട്. 1000ഓളം അല്ലേ? ഡോക്ടേഴ്സ് എത്ര വരുന്നുണ്ട്? ഡോക്ടേഴ്സ് നമുക്ക് 177 ഡോക്ടേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ താങ്ക് യു. ഇത് നോർമലായിരുന്നു. ഇപ്പോൾ ഇത് വീട്ടിൽ കൂടുതലാണ്. ഞാൻ നേരത്തെ വരെയായിരുന്നു. അപ്പോൾ അത് മാറ്റി അയക്കാൻ പറ്റുമോ? ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ നടന്നു വന്നോട്ടെ എന്താ ഡോക്ടറിൻ്റെ പേരെന്താ? ഡോക്ടർ ആർജി. എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു? 10 വർഷം. കണ്ടൊരു സന്തോഷം. അതെ, ഇതുപോലത്തുള്ള പ്രവർത്തനങ്ങളുമായിട്ട് കൊണ്ട് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ. ശരിയാണ്. നമ്മുടെയൊക്കെ പ്രൊഫഷണൽ ലൈഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ. നമുക്ക് പബ്ലിക്കിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ, ഫ്രീ ഓഫ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊക്കെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. അതെ, അപ്പോൾ നമ്മളിത് ചെയ്യുന്നു, നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുന്നു. അതെ. അപ്പോൾ ഞങ്ങളുടെ ടീമാണ് ഇത്. ഞങ്ങളുടെ വിനു കൃഷ്ണ എന്ന് പറയുന്നത്. വിനു കൃഷ്ണ IT-ലാണ്. വിനു കൃഷ്ണ ഒരു സർവീസ് പ്രൊജക്ട്സിൻ്റെ ഡയറക്ടർ. നമ്മുടെ റോട്ടറിയിൽ നമ്മുടെ സർവീസ് പ്രൊജക്ട്സിന് ഒരു പ്രത്യേക വെർട്ടിക്കലാണ്. ഓക്കെ. അതേപോലെ തന്നെ മെമ്പർഷിപ്പ് ഓറിയൻറ്റഡ്, പിന്നെ ക്ലബ് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ ചാരിറ്റി ഡൊണേഷൻസ്, ഓക്കെ, പബ്ലിക് ഇമേജ് ആൻഡ് PR, ഇതെല്ലാം വെർട്ടിക്കൽ. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെർട്ടിക്കലാണ് സർവീസ്. വിനുകൃഷ്ണൻ എന്ത് ചെയ്യുന്നു? ഞാൻ USD ഗ്ലോബലിലാണ്. USD ഗ്ലോബലിൽ വർക്ക് ചെയ്യുന്നു. അപ്പം ഇതൊരു ഇതായിട്ട് ചാരിറ്റി സർവീസ്. അതിൽ താല്പര്യമുള്ളവരാണ് ഇതിൽ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന് ടൈം കിട്ടാറുണ്ടോ? കണ്ടെടുക്കുന്നുണ്ടോ? ഓക്കെ. ഇതിപ്പോൾ എത്ര നാളായിട്ട് വിനുകൃഷ്ണ? ഞങ്ങൾ റോട്ടറി ഒത്തിരി നാളായി. ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ 1 വർഷം. ഓക്കെ. നേരത്തെ എറണാകുളത്തായിരുന്നു. ഓക്കെ. അവിടെ ഒത്തിരി സർവീസ്. അവിടെ എന്തായിട്ട് വർക്ക് ചെയ്യുന്നു? USD ഗ്ലോബൽ അവിടെ ബിസിനസ് അനലിസ്റ്റ്. എന്തായിരുന്നു പേര്? എൻ്റെ പേര് സഞ്ജിത്ത്. സഞ്ജിത്ത് എത്ര നാളായി ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പോൾ 3ാമത്തെ വർഷമാണ്. 3ാമത്തെ വർഷം. എന്ത് ചെയ്യുന്നു പ്രൊഫഷണലി? ഞാൻ ബൈ പ്രൊഫഷൻ എനിക്ക് കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ ഇൻറ്റീരിയർ. ഓക്കെ. എനിക്കൊരു കമ്പനി സ്വന്തമായിട്ട് കിട്ടുന്നു. ഓക്കെ. എന്താ പേര് അതിൻ്റെ? സാൻസ്ക്വയർ. ഓക്കെ. കണ്ടതിൽ സന്തോഷം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് എല്ലാവരിലും എത്തിക്കുക എന്നുള്ളൊരു ഇതോടുകൂടി ഇറങ്ങിയതാണ്. കാരണം വെച്ചാൽ നമ്മുടെ അസോസിയേഷനിലൊരു മെമ്പറാണ് ഞാൻ. അപ്പം ഇവിടെ നടക്കുന്ന ഒരു ഫംഗ്ഷൻ എല്ലാവരിലും എത്തുന്നില്ല. അപ്പോൾ അത് എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിലൊന്നും ഇടും. അത് ആർക്കെങ്കിലുമൊക്കെ അത് ഇങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ് വൈഷ്ണവ് മണ്ഡലവും കൂടി എടുത്തത്
ആ. അത് വളരെ വളരെ അതെ. നല്ലൊരു കാര്യമാണ്. കാരണം സുഭാഷും സുരേഷും എല്ലായിടത്തും എത്തുന്നുണ്ട്. അല്ല, ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മുറ്റത്തേക്ക് എത്തിക്കാൻ എളുപ്പമല്ല. അതെ. എനിവേ കണ്ടതിൽ സന്തോഷം. ഞാൻ ബാക്കിയുള്ളതുമായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുക അസോസിയേഷനുമായിട്ട് ഇത് ബന്ധപ്പെട്ട് കൊടുക്കുക. ഞാനതിലിട്ടേക്കാം. ശരിയെന്നാ.